തമിഴകം ഉറ്റുനോക്കുന്ന വിധിദിനം നാളെയാണ്. ഭൂരിഭാഗം എക്സിറ്റ് പോളുകളും DMK സഖ്യത്തിന് മുൻതൂക്കം പ്രവചിക്കുന്നുണ്ടെങ്കിലും ചില സർവേകൾ ശക്തമായ മത്സരമെന്നാണ് സൂചിപ്പിക്കുന്നത്. എടപ്പാടി പളനിസ്വാമിയുടെ നേതൃത്വത്തിൽ ഭരണം തിരിച്ചുപിടിക്കാനുള്ള ശ്രമത്തിലാണ് AIADMK. നടൻ വിജയ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയതിനു ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പിൽ വിജയുടെ പാർട്ടി എത്രത്തോളം വോട്ടുവിഹിതം നേടുമെന്നത് തമിഴ് രാഷ്ട്രീയത്തിൽ പുതിയ സമവാക്യങ്ങൾ തുറന്നേക്കും. ഇത്തവണ തമിഴ്നാട്ടിൽ 2011 ശേഷമുള്ള ഏറ്റവും ഉയർന്ന പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. 85.1%. ഇത് ആർക്ക് ഗുണകരമാകും എന്നത് പ്രവചനാതീതമാണ്. തമിഴ്നാട്ടിൽ ഭരണം പിടിക്കാൻ വേണ്ടത് 118 സീറ്റുകൾ. മിക്ക സർവേകളും DMK സഖ്യം ഈ മാന്ത്രിക സംഖ്യ മറികടക്കുമെന്നാണ് പ്രവചിക്കുന്നത്. സ്റ്റാലിൻ 2.0 എന്നാണ് പ്രതീക്ഷ. 2021 തെരഞ്ഞെടുപ്പിൽ 159 സീറ്റുകളാണ് DMK സഖ്യത്തിന് ലഭിച്ചത്. ഇത്തവണ സീറ്റുകളുടെ എണ്ണം കുറയുമെന്നാണ് വിലയിരുത്തൽ. ഇതിന് പ്രധാന കാരണം നടൻ വിജയുടെ TVKയുടെ സാന്നിധ്യവും സീമാന്റെ NTK വോട്ടുവിഹിതം വർദ്ധിപ്പിക്കുന്നതുമാണ്. പശ്ചിമ തമിഴ്നാട് മേഖലയിലും തെക്കൻ തമിഴ്നാട്ടിലും AIADMK ശക്തമായ വെല്ലുവിളിയും ഉയർത്തുന്നുണ്ട്. പ്രവചനങ്ങൾ ശരിയാവുകയാണെങ്കിൽ DMK സഖ്യം നേരിയ ഭൂരിപക്ഷത്തിന് അധികാരം നിലനിർത്തും. എന്നാൽ 10ലേറെ മണ്ഡലങ്ങളിൽ നടൻ വിജയുടെ പാർട്ടി നിർണായക സ്വാധീനം ചെലുത്തിയാൽ ചിത്രം മാറും. മറുവശത്ത് വിവിധ ഏജൻസികളുടെ കണക്കുകൾ പ്രകാരം AIADMK സഖ്യം 85 മുതൽ 124 വരെ സീറ്റുകൾ നേടിയേക്കാം. എടപ്പാടി പളനിസ്വാമിയുടെ നേതൃത്വത്തിൽ പാർട്ടി കൂടുതൽ ഐക്യത്തോടെയാണ് ഇത്തവണ പോരാടി എന്നത് നേട്ടമാകുമെന്നാണ് വിലയിരുത്തൽ. പശ്ചിമ തമിഴ്നാട് AIADMKയുടെ കോട്ടയായി തുടരുമെന്നാണ് സൂചന. DMK സർക്കാരിനെതിരെയുള്ള വിലക്കയറ്റം, ക്രമസമാധാന പ്രശ്നങ്ങൾ തുടങ്ങിയവ വോട്ടായി മാറുമെന്ന് AIADMK പ്രതീക്ഷിക്കുന്നു. BJPയുമായുള്ള സഖ്യം നഗരമേഖലകളിൽ കൂടുതൽ വോട്ടുകൾ നേടാൻ സഹായിച്ചേക്കും. നടൻ വിജയുടെ TVK യുവ വോട്ടർമാരുടെ വോട്ട് പിടിക്കുന്നത് AIADMKയുടെ സാധ്യതകളെയും ബാധിച്ചേക്കാം. പ്രത്യേകിച്ചും ഭരണവിരുദ്ധ വോട്ടുകൾ ഭിന്നിച്ചു പോകുന്നത് തിരിച്ചടിയായേക്കും. AIADMKയെ സംബന്ധിച്ച് ഇതൊരു ജീവൻ മരണ പോരാട്ടം കൂടിയാണ്. ഭരണം പിടിച്ചില്ലെങ്കിൽ പോലും 100-ലധികം സീറ്റുകൾ നേടാൻ കഴിഞ്ഞാൽ അത് എടപ്പാടി പളനിസ്വാമിയുടെ നേതൃത്വത്തിനുള്ള വലിയ അംഗീകാരമാകും. മറിച്ച് സീറ്റുകൾ കുറയുകയാണെങ്കിൽ പാർട്ടിയിൽ വീണ്ടും നേതൃമാറ്റ ചർച്ചകൾക്ക് വഴി തുറക്കും. പല മണ്ഡലങ്ങളും 1% വോട്ടിന്റെ വ്യത്യാസത്തിൽ മാത്രം വിജയികളെ തീരുമാനിക്കപ്പെടുന്ന ഫോട്ടോ ഫിനിഷായിരിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ദ്രാവിഡ ഭരണം അട്ടിമറിക്കുന്നതിൽ വിജയുടെ തമിഴക വെற்றிക്കഴകം എത്രത്തോളം വിജയിച്ചു എന്നാണ് അറിയേണ്ടത്. വിജയ് ഒരു വൻ തരംഗം സൃഷ്ടിക്കുമോ? TVK 98 മുതൽ 120 സീറ്റുകൾ വരെ നേടി ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയോ പ്രധാന പ്രതിപക്ഷമോ ആകുമെന്ന് ചില സർവേകൾ പ്രവചിക്കുന്നുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ MGRനും NTRനും ജയലളിതയ്ക്കും ശേഷം സിനിമയിൽ നിന്ന് ഭരണത്തിലേറുന്ന കരുത്തനായി വിജയ് മാറും. 18 മുതൽ 39 വയസ്സുവരെയുള്ള വോട്ടർമാരുടെ, അതായത് ഏകദേശം 42% പേർ വിജയിയെ പിന്തുണച്ചതായാണ് സൂചനകൾ. ഭരണവിരുദ്ധ വോട്ടുകൾ AIADMKയിലേക്ക് പോകുന്നതിന് പകരം വിജയുടെ പാർട്ടിയിലേക്ക് വരുന്നത് DMKയ്ക്ക് ഗുണകരമായേക്കാം. എന്നാൽ AIADMKയുടെ പരമ്പരാഗത വോട്ടു ബാങ്കിൽ വിജയ് വിള്ളൽ വീഴ്ത്തിയതായി ചില രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നുണ്ട്. ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിൽ പോലും DMKയോ AIADMKയോ സർക്കാർ രൂപീകരിക്കാൻ ബുദ്ധിമുട്ടുന്ന സാഹചര്യം വന്നാൽ വിജയ് കിങ് മേക്കറായി മാറും. ഏകദേശം 15% മുതൽ 20% വരെ വോട്ട് വിഹിതം TVK നേടുമെന്നാണ് റിപ്പോർട്ടുകൾ. വിജയ് കേവലം ഒരു സ്പോയിലർ മാത്രമായി മാറുമോ, അതോ തമിഴ് രാഷ്ട്രീയത്തിന്റെ പുതിയ കേന്ദ്ര ബിന്ദുവാകുമോ എന്നതിലാണ് ആകാംക്ഷ. തമിഴ്നാട്ടിലെ യുവാക്കൾക്കിടയിൽ ലഭിച്ച സ്വീകാര്യത വോട്ടായി മാറിയിട്ടുണ്ടെങ്കിൽ ഒരു വലിയ രാഷ്ട്രീയ ഭൂകമ്പത്തിന് തമിഴകം സാക്ഷ്യം വഹിച്ചേക്കാം. നിലവിലെ മുഖ്യമന്ത്രിയും DMK അധ്യക്ഷനുമായ MK സ്റ്റാലിൻ തന്റെ മണ്ഡലമായ കൊളത്തൂരിൽ നിന്നാണ് മത്സരിക്കുന്നത്. ഇവിടെ ജയം അനായാസമാണ് എന്നാണ് കരുതപ്പെടുന്നത്. പ്രതിപക്ഷ നേതാവ് എടപ്പാടി പളനിസ്വാമി എടപ്പാടിയിൽ നിന്ന് വിജയം ഉറപ്പിച്ചിരിക്കുകയാണ്. രാഷ്ട്രീയ പ്രവേശനം നടത്തിയ വിജയ് പെരമ്പൂർ, തിരുച്ചിറപ്പള്ളി ഈസ്റ്റ് എന്നീ 2 മണ്ഡലങ്ങളിൽ നിന്നും വിജയിച്ചേക്കാം. നാം തമിഴർ കക്ഷി നേതാവ് സീമാൻ കാരക്കുടിയിൽ നിന്നും ജയിച്ചു വരുമെന്നാണ് സൂചനകൾ. മന്ത്രിയും സ്റ്റാലിന്റെ മകനുമായ ഉദയനിധി ചെപ്പോക്കിൽ നിന്നും BJP നേതാവും മുൻ ഗവർണറുമായ തമിഴിസൈ സൗന്ദരരാജൻ മൈലാപ്പൂരിൽ നിന്നും വിജയിച്ചേക്കാം. ബോഡിനായ്ക്കന്നൂരിൽ നിന്ന് O പനീർസെൽവവും വൃദ്ധാചലത്തു നിന്നും പ്രേമലത വിജയകാന്തും ജയിക്കുമെന്നാണ് സൂചനകൾ. ഒപ്പം ഇത്തവണ പല പ്രമുഖ നേതാക്കളും തങ്ങളുടെ സീറ്റുകളിൽ കടുത്ത വെല്ലുവിളിയും നേരിടുന്നുണ്ട്. DMK മന്ത്രിസഭയിലെ പല മന്ത്രിമാരും അവരുടെ മണ്ഡലങ്ങളിൽ ശക്തമായ ഭരണവിരുദ്ധ വികാരമാണ് നേരിടുന്നത്. അതേസമയം പശ്ചിമ തമിഴ്നാട്ടിൽ AIADMKയിലെ പല മുൻ മന്ത്രിമാരും തങ്ങളുടെ സീറ്റുകൾ നിലനിർത്തുമെന്നാണ് വിവരം. ഏതായാലും നാളെ വരെ കാത്തിരിക്കാം.